നമസ്കാരം. നമുക്കിന്ന് എങ്ങനെയാണ് നെല്ലിക്ക ചട്നി ഉണ്ടാക്കണമെന്ന് നോക്കാം. നെല്ലിക്ക അരച്ച് കലക്കി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എനിക്കിന്ന് ഫ്രഷ് നെല്ലിക്കയൊന്നും കിട്ടിയിട്ടില്ല. ഫ്രോസൺ ഒരു പാക്കറ്റാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഫ്രഷ് നെല്ലിക്കയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഫ്രോസൺ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുരുവൊക്കെ എളുപ്പത്തിൽ കളയാൻ പറ്റും. അപ്പോൾ ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് കലക്കിക്ക് ഞാൻ എടുക്കുന്നത് ഒരു 7 തൊട്ട് 8 വരെ കുറച്ച് വലിയ നെല്ലിക്കയാണ് എനിക്ക് കിട്ടിയത്. ആ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 കപ്പ് നാളികേരം ചിരവിയത് വേണം. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ജീരകം, പിന്നെ ഒരു 1.5-2 കപ്പ് തൈര് വേണം. പിന്നെ എരിവിന് വേണ്ടത് ഞാൻ പച്ചമുളകാണ് എടുത്തത്. പച്ചമുളക് ഒരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നന്നായിട്ട് നാളികേരവും ജീരകവും പച്ചമുളകും കൂടി അരച്ചെടുക്കുക. നന്നായി അരഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് നെല്ലിക്ക കുരു കളഞ്ഞത് ഇട്ടിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. വല്ലാതെ അരയേണ്ട, നന്നായിട്ടൊന്ന് അടിച്ചാൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞ് അതിൽ തൈര് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് അതിൽ ഉപ്പ് ചേർക്കുക. ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പാണ് എടുത്തത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയും ഉപ്പുമൊക്കെ പാകമല്ലേ എന്ന് ടേസ്റ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കടുകും മുളകും എല്ലാം ഇട്ടിട്ട് സാധാരണ കറികൾക്കൊക്കെ വറവിടുന്ന മാതിരി വറവിടുക. ഇത് നെല്ലിക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, നെല്ലിക്കയും നാളികേരമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ പുളിയില്ലാത്ത വല്ല മുളകുഷിയോ അല്ലെങ്കിൽ പുഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നന്നായിട്ട് പോവും. പിന്നെ അധികം പുളിയില്ലാത്ത ദോശയുടെ കൂടിയും ഇത് നന്നായിരിക്കും. ഇതൊരു പുളിയുള്ള ചട്നിയാണ്. കാരണം നമ്മൾ തൈരെല്ലാം ചേർത്തതുകൊണ്ട് പുളിയെല്ലാം ഉള്ള ചട്നിയാണ്. അത് ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പെട്ടെന്ന് കുറച്ച് ഗോതമ്പോ അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ഫ്ലവറോ കലക്കിയിട്ട് പെട്ടെന്ന് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ദോശയുടെ കൂടെ നല്ലതാണ് ഈ നെല്ലിക്ക ചട്നി കഴിക്കാൻ. എല്ലാവരും നെല്ലിക്ക അരച്ച് കലക്കിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.